പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ആത്മിക യാത്ര എന്ന ടൈറ്റിലിൽ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗത്തിൽ നിന്ന് ഒരു എപ്പിസോഡ് കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗിൽഗാലിൽ നിന്ന് ആരംഭിച്ച പ്രയാണം ബേഥേലിൽ അവസാനിപ്പിക്കാതെ ബേഥേലും കടന്ന് എരിഹോയിൽ എത്തി. എരിഹോ യുദ്ധസ്ഥലമാണ്. എരിഹോ ആത്മിക പോരാട്ടത്തിൻ്റെ വേദിയാണ്. എരിഹോ എനിക്ക് നിങ്ങൾക്കും ശുശ്രൂഷയുള്ള സ്ഥലമാണ്. അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച എലീശ എരിഹോയിൽ വന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനെ സാഷ്ടാംഗമിട്ട് നമസ്കരിച്ച് അവൻ്റെ മേലുള്ള അഭിഷേകം അവർ തിരിച്ചറിഞ്ഞു. അവൻ പുറപ്പെട്ടു വരുമ്പോൾ അവിടുത്തെ എരിഹോ നിവാസികൾ ഏലിയാവിനോട് പറയാത്ത ഒരു പ്രശ്നം അവിടെ അവതരിപ്പിക്കുകയാണ്. ആ ദേശത്തിൻ്റെ ഏറ്റവും കാതലായൊരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ അതുവരെ പ്രവചിക്കാത്ത, അഭിഷക്തമായി ശുശ്രൂഷിയാത്ത എലീശ ഏറ്റവും അഭിഷക്തമായൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് അത്ഭുതങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് നാം യോർദാനിലേക്ക് പ്രവേശിക്കുകയാണ്. ഒടുവിലായി യോർദാനാണ് നമ്മുടെ മുമ്പിലുള്ള ആത്മിക സംഗമ സ്ഥലമെന്ന് പറയുന്നത്. നമ്മുടെ ആത്മിക യാത്രയിൽ യോർദാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. യോർദാൻ ദ പ്ലേസ് ഓഫ് കൺഫർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു ടൈറ്റിൽ നമുക്ക് പറയാം, ദ പ്ലേസ് ഓഫ് കൺഫർമേഷൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാർ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തിൽ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് കടന്നു. അവർ അക്കരയ്ക്ക് കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ ഗിൽഗാലിൽ വെച്ച് പറഞ്ഞതുപോലെ, ബേഥേലിൽ വെച്ച് പറഞ്ഞതുപോലെ ഏലിയാവ് എലീശയോട് പറയുക, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, എന്നെ ദൈവം യോർദാനിലേക്ക് അയച്ചിരിക്കുക. വേണമെങ്കിൽ എലീശയ്ക്ക് പറയാമായിരുന്നു, ഓക്കെ സാർ, ഞാനിവിടെ താമസിച്ചോളാം, പക്ഷേ ഒരു ഉപകാരം ചെയ്യണം, അങ്ങേക്ക് 3-4 ബൈബിൾ സ്കൂളുകളുണ്ടല്ലോ, എന്നെ അതിൻ്റെ ഒരു ചീഫാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് എന്നെ അവരോധിക്കണം, അങ്ങ് ഏതായാലും എടുക്കപ്പെടുകയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. പക്ഷേ ഏലിയാവിൻ്റെ ഏറ്റവും വിശ്വസ്ത ശിഷ്യൻ, തൻ്റെ സക്സസറാകേണ്ട എലീശയ്ക്ക് ഒരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. തൻ്റെ യജമാനൻ എടുക്കപ്പെടുന്നതിന് മുൻപ് ദൈവം അഭിഷേകത്തിൻ്റെ പങ്ക്, ആ പുതപ്പ് തൻ്റെ മേൽ എറിയും. അത് മനസ്സിലാക്കി ആ വെളിപ്പാടോടുകൂടിയാണ് എലീശ ഈ പ്രിയ മനുഷ്യനെ പിന്തുടരുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ കുറേ കാലം തുടർന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പിടിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എരിഹോവിൽ തുടരാൻ കഴിയില്ല. ഒരുപക്ഷെ ബേഥേലിൽ നല്ല ആരാധനയുണ്ട്, യാഗപീഠമുണ്ട്, എരിഹോവിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, വേണമെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാമായിരുന്നു. ഒരു ബൈബിൾ സ്കൂളിൻ്റെ അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടൊക്കെ ഇരുന്ന് തൃപ്തി അടയാമായിരുന്നു. പക്ഷേ ഇവിടെ എലീശ അതുകൊണ്ട് തൃപ്തനായില്ല. അർത്ഥാൽ ദൈവത്തിന് സ്തോത്രം. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, പാസ്റ്റർ എന്നോട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി ആ സഭയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുന്ന ജഡിക സ്വഭാവമുള്ള ദൈവത്തിന് സ്തോത്രം. പിന്നെ പാസ്റ്ററോട് കയ്പും പരിഭവമായിട്ട് നടക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ യു ആർ സ്റ്റിൽ ഇൻ ഗിൽഗാൽ. നിങ്ങളിപ്പോഴും ഇമ്മച്വർ ബിലീവറാണ്. നിങ്ങൾ ബേഥേലിൽ പോലും എത്തിയിട്ടില്ല. ബേഥേലിൽ നിന്ന് പുറപ്പെടാതെ നിങ്ങൾക്ക് എരിഹോവിൽ ഒരു ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് കയറുവാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ പിന്മാറ്റത്തിനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കോപിക്കരുത്. കാരണം ഒരു ഓട്ടമത്സരം നടക്കുമ്പോൾ ഓട്ടത്തിൽ മുൻപോട്ട് പോകുന്ന ആളുകൾ ഓടി മുൻപോട്ട് പോകുമ്പോൾ ഒരു വ്യക്തി നിന്നാൽ അയാൾ പിന്മാറ്റത്തിൽ പോകേണ്ട കാര്യമില്ല, തന്നെ അങ്ങ് പിന്മാറിക്കൊള്ളും. കാരണം ബാക്കിയുള്ളവർ ഓടി മാറും. ദൈവത്തിന് സ്തോത്രം. എന്നതുപോലെ ആത്മിക യാത്ര എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ബിരുദ് പ്രാപിക്കുന്നില്ല
എന്നുള്ള തിരുവെഴുത്ത് നാം മറന്നു പോകരുത്. നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ഗോളുണ്ട്, നമുക്കൊരു കിരീടമുണ്ട്. ആ കിരീടം പ്രാപിക്കുവാനാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ഇഫ് യു ആർ ഇൻ ജെറിക്കോ, നിശ്ചയമായി നിങ്ങൾ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കണം. നിങ്ങളിവിടെ നിന്ന് പോകണം. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാനുണ്ടെന്ന് ദൈവം പറയുന്ന ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും. കാരണം നിങ്ങൾ കർത്താവിൻ്റെ മിനിസ്ട്രിയിലാണ്. നിങ്ങൾ അഭിഷേകത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ഗെറ്റ് ഔട്ട് ഫ്രം ജെറിക്കോ ആൻഡ് മൂവ് ടു ജോർഡൻ. ദൈവത്തിന് സ്തോത്രം. ജോർഡൻ സിഗ്നിഫൈസ് ദ പ്ലേസ് ഓഫ് കൺഫർമേഷൻ. ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ കൺഫർമേഷൻ്റെ സ്ഥലമാണ് യോർദാൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യം നമുക്കവിടെ കാണാൻ കഴിയും. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. യോർദാൻ, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ, ദൈവശബ്ദം കേൾക്കുന്ന സ്ഥലമാണ്. യേശു സ്നാനമേൽക്കുവാൻ യോർദാൻ്റെ കരയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ യോഹന്നാന് നേരത്തെ കർത്താവാത്മാവ് പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിയാണ് യേശു. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ ഞാൻ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, നിന്നെ സ്നാനപ്പെടുത്തുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ ഒരു കൊച്ചു തർക്കത്തിനിടയിൽ കർത്താവ് പറഞ്ഞു, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം യോഹന്നാനെ, ഇപ്പോൾ നീ എന്നെ സ്നാനപ്പെടുത്തുക. അങ്ങനെ യേശു സൃഷ്ടാവായിരിക്കുന്ന ദൈവം സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ്റെ കൈക്കീഴ് കുനിഞ്ഞു നിന്ന് സ്നാനമേൽക്കുകയാണ്. സ്നാനമേറ്റ് കരയ്ക്ക് കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പതിയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം സ്വർഗം തുറന്ന് പിതാവാം ദൈവം വിളിച്ചു പറയുന്നൊരു വാക്കാണ്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ്. നിങ്ങൾ മനസ്സിലാക്കണം, അതുവരെ കഴിഞ്ഞ 30 സംവത്സരം 30-ാമത്തെ വയസ്സിലാണ് താൻ സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നത്. 30 വയസ്സുവരെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു തെറ്റായ പ്രചരണമുണ്ട്, ഒരു ഷെയിമായിട്ടുള്ള പ്രചരണമുണ്ട്. ഇവൻ മറിയയുടെ മകനല്ലയോ എന്ന് പറഞ്ഞാൽ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം ഒരു ജാരസന്ധതി ഉണ്ടായ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇവൻ്റെ സഹോദരന്മാർ നമുക്കറിയത്തില്ലയോ, ഇവൻ തച്ചൻ്റെ മകനല്ലയോ എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ഒരു വല്ലാത്ത കുശുകുശുപ്പ രാജ്യത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായി നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും ഐഡൻറ്റിറ്റി ക്രൈസിസ് അനുഭവിച്ച ഒരു വ്യക്തിത്വം വേറെ ഉണ്ടാകത്തില്ല. 30 ദീർഘവർഷം. എന്നാൽ ആ 30 വർഷത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസിന് പരിഹാരം വരുത്തിക്കൊണ്ട് ദൈവം സ്വർഗം തുറന്ന് കൽപ്പിക്കുകയാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൻ മറിയുടെ മകനല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവൻ യോസേഫിൻ്റെ മകനുമല്ല, ഇവൻ എൻ്റെ മകനാണ്. ഹീ ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറയുന്ന ദ പ്ലേസ് ഓഫ് കൺഫർമേഷനാണ് ദൈവത്തിൻ്റെ പൈതലെ ഞാനും നിങ്ങൾ പറയുന്ന യോർദാൻ. അതുകൊണ്ട് യോർദാനിൽ വരാതെ ഒരു ദൈവ പൈതൽ എന്ന കൺഫർമേഷനിലേക്ക് വരാൻ കഴിയത്തില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ഞാനൊരു ദൈവ പൈതലാണെന്ന് എൻ്റെ പാസ്റ്റർ പറഞ്ഞതുകൊണ്ടോ എൻ്റെ പപ്പ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മമ്മി പറഞ്ഞതുകൊണ്ടോ ഞാൻ ഒരിക്കലും ഒരു ദൈവ പൈതലായി തീരുകയില്ല. എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ഒരുപോലെ പറയണം, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, കർത്താവ് നേരിട്ട് പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മറുരൂപമലയിൽ വെച്ച് കർത്താവ് വീണ്ടും പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവീൻ. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ യോർദാൻ എന്ന് പറഞ്ഞാൽ ജോർഡൻ ഈസ് ദ പ്ലേസ് ഓഫ് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവ ശബ്ദം കേൾക്കപ്പെടുന്ന സ്ഥലമാണ് യോർദാൻ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് മാറുന്ന സ്ഥലമാണ്. നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തിയ പരാതികൾ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കളവുകൾ പൊളിയുന്ന സ്ഥലമാണ് യോർദാൻ. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളുടെ സംഖ്യ തുലോം പരിമിതമാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് ഇതുവരെ ദൈവം സ്പെസിഫിക് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല.
ഞാൻ ചോദിക്കട്ടെ, അത് പറയാൻ നിനക്ക് ലജ്ജയില്ലേ? ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നീ ഒരപ്പൻ്റെ മകനാണെങ്കിൽ അപ്പൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ, കഴിഞ്ഞ നിരവധി വർഷമായിട്ട് അപ്പൻ എന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് പറയുന്നത് എത്രയോ ദയനീയമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ ദൈവത്തിൻ്റെ പൈതലേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം നമ്മോട് സംസാരിച്ചില്ല എന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയും? ഈ ബൈബിൾ ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുമ്പോൾ വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ബൈബിൾ വരച്ച് കാണിക്കുന്നത്. ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ദൈവം നമ്മോട് സംസാരിക്കാതിരുന്നിട്ടല്ല, നാം ദൈവശബ്ദത്തിന് ശ്രദ്ധ കൊടുക്കാതെ, നാം ദൈവം സംസാരിക്കുന്നത് കൂട്ടാക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്തത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് മാത്രം ഓർപ്പിച്ചും കൊണ്ട് ഈ എപ്പിസോഡിന് വിരാമം കുറിക്കുകയാണ്. ദൈവം നിങ്ങളെ കൃപയിൽ കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി കടന്നു വരുന്നവരെ അടുത്ത ആഴ്ച കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.